Question number 14. Let L be the set of all lines in xy plane and R be the relation in L defined as R is equal to set of all ordered pairs L1, L2 such that L1 is parallel to L2. Show that R is an equivalence relation. Find the set of all lines related to the line y is equal to 2x plus 4. അപ്പോൾ നമ്മളിൽ ഫസ്റ്റ് തന്നെ ഈ റിലേഷൻ ഇക്വാലൻസ് റിലേഷനാണെന്ന് പ്രൂവ് ചെയ്യാൻ പോവാണ്. ഒരു റിലേഷൻ ഇക്വാലൻസ് റിലേഷൻ ആവണമെന്നുണ്ടെങ്കിൽ ആ റിലേഷൻ എന്ന് പറയുന്നത് റിഫ്ലക്സീവ് ആയിരിക്കണം, സിമ്മട്രിക് ആയിരിക്കണം, ട്രാൻസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ ഈ 3 കണ്ടീഷൻസ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാണ്. ഇവിടെ നമ്മുടെ എ എന്ന് പറയുന്നത് എല്ലാം തന്നിട്ടുണ്ട്, അതായത് സെറ്റ് ഓഫ് ഓൾ ലൈൻസ് ആണ് തന്നിട്ടുണ്ട്. ഇനി ആർ എന്ന് പറയുന്നത് റിലേഷൻ set of all ordered pair L1, L2 such that L1 is parallel to L2. ഇനി ഈ റിലേഷൻ റിഫ്ലക്സീവ് ആണെന്നാണ് ഫസ്റ്റ് കാണിക്കുന്നത്. ഇപ്പോൾ റിഫ്ലക്സീവിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന എലമെൻറ്റ് ആറിൽ ഉണ്ടായിരിക്കണം ഫോർ എവറി എ ബിലോങ്സ് ടു ക്യാപിറ്റൽ എ. L1 L2 എന്ന് പറയുന്നത് ആറിലുണ്ടെങ്കിൽ L1 എന്ന് പറയുന്നത് പാരലൽ ടു L2 ആണ്. അപ്പോൾ നമുക്കിവിടെ ഒരു ഒറ്റ ലൈൻ എടുക്കുകയാണ് L എന്ന് പറയുന്നത്. ലെറ്റ് L എന്ന് പറയുന്നത് എയിലത്തെ എലമെൻ്റ് ആയിട്ട് എടുത്തു, അതായത് ഒരു സിംഗിൾ ലൈനാണ്. അപ്പോൾ ഇത് റിഫ്ലക്സീവ് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ L എന്ന് പറയുന്നത് ആറിലുണ്ടായിരിക്കണം. L എന്ന് പറയുന്നത് ആറിലുണ്ടാവണമെന്നുണ്ടെങ്കിൽ L എന്ന് പറയുന്നത് പാരലൽ ടു L ആയിരിക്കണം. അപ്പോൾ ഒരു ലൈൻ അതിനോട് തന്നെ പാരലാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ അത് വെച്ച് L എന്ന് പറയുന്നത് ആറിലുണ്ടായിരിക്കുമല്ലോ. ഇവിടെ L എന്ന് പറയുന്നത് നമ്മൾ സെറ്റായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ L1 എന്ന് പറഞ്ഞ ലൈൻ എടുത്തു. സിൻസ് ദ ലൈൻ L1 ഈസ് പാരലൽ ടു ഇറ്റ്സെൽഫ്, L1 belongs to R, therefore R is reflexive. നെക്സ്റ്റ് സിമ്മട്രിക് ആണെന്നാണ് കാണിക്കേണ്ടത്. സിമ്മട്രിക് ആവാനുള്ള ഡെഫിനേഷൻ എന്ന് പറയുന്നത് എ ബി എന്ന് പറഞ്ഞ എലമെൻറ്റ് ആറിലുണ്ടെങ്കിൽ ബി എ എന്ന് പറയുന്നതും ആറിലുണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ എക്കും ബിക്കും പകരം 2 ലൈൻസ് എടുക്കുകയാണ്. L1, L2 എന്ന് പറയുന്നത് എയിലത്തെ 2 എലമെൻറ്റ്സ് ആണ്, 2 ലൈൻസ് ആണ് എടുക്കുന്നത്. അപ്പോൾ L1, L2 എന്ന് പറയുന്നത് ആറിലുണ്ടെന്ന് ഫസ്റ്റ് എടുത്തു, വിച്ച് ഇംപ്ലൈസ് ആർ എന്ന് പറഞ്ഞ റിലേഷൻ അനുസരിച്ച് നമുക്ക് L1 എന്ന് പറയുന്നത് പാരലൽ ടു L2 എന്ന് പറയാം. L1 ഈസ് പാരലൽ ടു L2. അപ്പോൾ നമ്മൾ 2 ലൈൻ എടുക്കുകയാണ്, ഇത് L1ഉം ഇത് L2 എടുക്കുകയാണ്. L1 പാരലൽ ടു L2 ആണെന്ന് പറഞ്ഞു. തിരിച്ചും പറയാമല്ലോ, L2 എന്ന് പറയുന്നത് പാരലൽ ടു L1 ആയിരിക്കുമല്ലോ, വിച്ച് ഇംപ്ലൈസ് L2 ഈസ് പാരലൽ ടു L1, പാരലൽ ടു L1. അപ്പോൾ വിച്ച് ഇംപ്ലൈസ് L2 L1 ബിലോങ്സ് ടു R. അപ്പോൾ L1 L2 belongs to R implies L2 L1 belongs to R. അപ്പോൾ R എന്ന് പറയുന്നത് സിമ്മട്രിക് ആണ് കേട്ടി. therefore R is symmetric. ഇനി തേർഡ് ട്രാൻസിറ്റീവ് ആണെന്ന് നോക്കണം. ട്രാൻസിറ്റീവ് ആവാനുള്ള ഡെഫിനേഷൻ എന്ന് പറയുന്നത് 2 AB എന്ന് പറയുന്ന 2 ഓർഡർ പെയർ ആറിലുണ്ടെങ്കിൽ AC എന്ന് പറയുന്നതും ആറിലുണ്ടായിരിക്കണം. അപ്പോൾ എയും ബിയും സിയും ക്യാപിറ്റൽ എയിലത്തെ എലമെൻ്റാണ്. ഇവിടെ നമ്മുടെ ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് L ആണ്. അപ്പോൾ ആ Lന് 3 ലൈൻസ് എടുക്കുകയാണ്. L1, L2, L3 എന്ന് പറയുന്നത് ക്യാപിറ്റൽ എയിലത്തെ എലമെൻറ്റ്സ് ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുക, L1, L2, L3 എന്ന് പറയുന്നത് ആറിൽ നമ്മൾ റിലേഷനിലുണ്ടെന്ന് പറഞ്ഞെടുത്തു. അപ്പോൾ L1, L2 ആറിലുണ്ടെങ്കിൽ L1 ഈസ് പാരലൽ ടു L2 ആണ്. ആൻഡ് L2, L3 എന്ന് പറയുന്നത് ആറിലുണ്ടെങ്കിൽ L2 ഈസ് പാരലൽ ടു L1 ആണ്, പാരലൽ ടു L3 ആണ്. അതായത് 3 ലൈൻസ് L1, L2, L3. അപ്പോൾ L1, L2 എന്ന് പറയുന്നത് L1 ഈസ് പാരലൽ ടു L2 ആണ്, L2 എന്ന് പറയുന്നത് പാരലൽ ടു L3 ആണ്. അപ്പോൾ ഈ 3 ലൈൻസും പാരലൽ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇതിൽ നമുക്ക് L1 ഈസ് പാരലൽ ടു L3 എന്ന് പറയാം, വിച്ച് ഇംപ്ലൈസ് L1 ഈസ് പാരലൽ ടു L3, which implies L1, L3
ബിലോങ്സ് ടു ആർ. അപ്പോൾ L1 L2 L2 L3 എന്ന് പറയുന്നത് ആറിലുണ്ടെങ്കിൽ L1 L3 എന്ന് പറയുന്നതും ആറിലുണ്ടെന്ന് കിട്ടി. Therefore R is transitive. അപ്പോൾ R എന്ന് പറയുന്നത് റിഫ്ലക്സീവ് ആണ്, സിമ്മട്രിക് ആണ് ആൻഡ് ട്രാൻസിറ്റീവ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് R എന്ന് പറയുന്നത് ഒരു ഇക്വാലൻസ് റിലേഷൻ ആണെന്ന് പറയാം. ഹെൻസ് R ഈസ് ആൻ ഇക്വാലൻസ് റിലേഷൻ. നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ ആർ എന്ന് പറയുന്നത് ഇക്വാലൻസ് റിലേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാണ്ടായിരുന്നേ. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞു. ഇനി സെക്കൻഡ് പാർട്ട് പറഞ്ഞേക്കുന്നത് ഒരു പാരലൽ ലൈൻ തന്നിട്ടുണ്ട്, ഒരു ലൈൻ തന്നിട്ടുണ്ട്, y ഈസ് ഈക്വൽ ടു 2x+4. ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള സെറ്റ് ഓഫ് 4 ലൈൻസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ റിലേഷൻ എന്ന് പറയുന്നത് പാരലൽ ആണ്. നമ്മൾ മുന്നത്തെ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഒരു റിസൾട്ടാണ് ഈ ഒരു ലൈനോട് പാരലൽ ആയിട്ടുള്ള ലൈൻ എന്ന് പറയുന്നത് അതിൻ്റെ ഈ കോൺസ്റ്റൻറ്റ് മാത്രമേ അതിന് ചേഞ്ച് ഉണ്ടാവുള്ളൂ. ഇവിടെ y ഈക്വൽ ടു 2x+4 എന്ന് പറഞ്ഞ ലൈനാണ്. അപ്പോൾ ഇതിനോട് പാരലൽ ആയിട്ടുള്ള ലൈൻസ് എന്ന് പറയുമ്പോൾ y ഈസ് ഈക്വൽ ടു 2x+ കോൺസ്റ്റൻറ്റ്. അതായത് ഇപ്പോൾ ജനറലായിട്ട് k എന്നോ അല്ലെങ്കിൽ c എന്നോ അങ്ങനെ എടുക്കുകയാണെങ്കിൽ ആ കോൺസ്റ്റൻറ്റ് എവിടെയുള്ളതായിരിക്കും? റിയൽ നമ്പേഴ്സിലത്തെ ഏത് എലമെൻറ്റ്സ് വേണമെങ്കിലും വരാം. ഒരു ലൈനിന് പാരലൽ ആയിട്ടുള്ള ലൈൻസിൻ്റെ ഫോമാണ് ഇത്. y ഈസ് ഈക്വൽ ടു ആ ഫംഗ്ഷൻ പ്ലസ് ഒരു കോൺസ്റ്റൻറ്റ് എഴുതിയാൽ മതി. അതൊരു റിസൾട്ടാണ്. അത് വെച്ച് നമുക്കിവിടെ എന്ത് പറയാം? The set of all lines related to the line y equal to 2x+4 is the line y equal to 2x+c where c belongs to R. അതായത് റിയൽ നമ്പേഴ്സിലുണ്ടായാൽ മതി. അപ്പോൾ ഇത്രയുള്ള ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. താങ്ക് യു.